അടിപൊളിയാണ്. ആ മോൾ അടിപൊളിയാണ്. ലാസ്റ്റ് ഫൈറ്റ് സൂപ്പർ. അടി തന്നെയാണോ? ഒരു 3 ഫൈറ്റ് ഉണ്ട്. സൂപ്പർ. ഒരു ആക്ഷൻ വീണ്ടും കാണാൻ പറ്റിയ നല്ല നല്ല ആക്ഷനാണ്. നല്ല ഒരു റിവെഞ്ച് മൂവിയാണ്. തിയേറ്റർ കുലുങ്ങുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഇരിപ്പടാണ്. പെപ്പയുടെ സാധാ ഇരിപ്പാണ്. അല്ല എന്നാലും ഓക്കെയാണ് പെപ്പയുടെ ഒരു പടം. ആക്ഷനാണ്. ശരിക്കും ഒരു ഇടിപ്പടം തന്നെയാണ്. ആ സ്പോർട്സ് ബേസ്ഡ് അല്ല, പിന്നെ ആ ബോക്സിങ്ങിൻ്റെതായ രീതിയിൽ നല്ല പഞ്ചും എല്ലാം ഉണ്ട്. അടിപൊളി. വളരെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് തൊട്ട് അടിപൊളിയാണ്. വേറെ ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നല്ലതായിരുന്നു. ഒരു ഇടിപ്പടം തന്നെയാണ്. ആ ഇടിപടം തന്നെ. പടം എങ്ങനെയുണ്ട്? ഇടി മാത്രമേ ഉള്ളൂ? അങ്ങനെയൊന്നുമില്ല. ഒരു ഫാമിലിക്ക് ഉൾപ്പെടെ വന്ന് കാണാൻ പറ്റിയ അടിപൊളി പടമാണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. റോൾസ് ആയാലും കാസ്റ്റിംഗ് ആയാലും ഒക്കെ അടിപൊളി. എങ്ങനെയുണ്ട്? സൂപ്പർ. വൺ ഓഫ് ദി കരിയർ ബെസ്റ്റ് ആയിരിക്കും പുള്ളിയുടെ. ഒരു ഫാമിലി ഓഡിയൻസിന് കണക്ട് ആവും. ഓഫ് കോഴ്സ്. കാരണം മൂവി തുടക്കം തൊട്ട് നമുക്ക് ലാസ്റ്റ് വരെ വേറെ ബോറിംഗ് ലാഗിങ് ഒന്നുമില്ല. എല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, പിന്നെ കാസ്റ്റിംഗ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും. പ്രത്യേകിച്ച് ഓരോരുത്തരും എടുത്ത് പറയേണ്ടി വരും ക്യാരക്ടേഴ്സൊക്കെ. കുറ്റം പറയാനൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. പിന്നെ കൂടുതലും ഈ അടിപ്പടങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ കൂടുതൽ പ്രൊഫഷണൽ വർക്കിങ്ങൊക്കെ ആൾക്കാരാണെങ്കിൽ കുറച്ച് അതിലെന്തെങ്കിലും ഫോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും. നമുക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കാരണം അത്ര ക്ലീൻ ആയിട്ട് തന്നെ സാധാരണക്കാർക്ക് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയായിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ടെക്നിക്കലാണെങ്കിൽ അഭിനയാണ് ഭയങ്കര രസം. ടെക്നിക്കലൊക്കെ എല്ലാം മിക്ക സിനിമയിലും കൂടെ ചോമ്പ ഓറഞ്ച് ആ ഷോട്ട് ഭയങ്കര രസം. നോട്ട്സ് എനിക്കും ക്ലോസ് ഷോട്ട്സാണ്. വീണ്ടും ഷോട്ട്സ് ആളുടെ എടുത്താണ്. പിന്നെ നമ്മൾ തല്ലുപുഴയുടെ ഭയങ്കര സൂപ്പർ സ്ട്രോങ് കാര്യങ്ങളൊക്കെ. പുള്ളിയുടെ പിന്നെ കിൻഡിൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ചുമ്മാ പിടിച്ചെടുത്തു. ഒരു ഫാമിലി പഴയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു വിജയരാഘവൻ റോള് അങ്ങനെ ആർട്ടിസ്റ്റ് സംഭവം നല്ല രസമുണ്ട്. എങ്ങനെ നോക്കിയാലും ഒരു വില്ലൻ്റെ ശരിക്കും ഈ പുള്ളി ആകെ 6-8 മാസം ട്രെയിനിങ് ഉള്ളൂ. അപ്പോൾ മറ്റു നല്ല ട്രെയിനാണ്. നമുക്ക് കാണുന്നത് മനസ്സിലാവും. പക്ഷെ പിടിച്ച ആ ഒരു സംഭവം ഞാൻ അവസാനം ട്രെയിലുണ്ട്. എനിക്ക് ഭയങ്കര എല്ലാവരും പ്രതീക്ഷിക്കും ട്രെയിലുണ്ടല്ല. പക്ഷെ ഒരു മാറി ആ ഒരു സംഭവം തിയേറ്ററിൽ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. സിനിമ അടിപൊളിയാണ്. ഈ ഒരു എന്താ പറയുക, വാലന്റൈൻസ് ഡേക്ക് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്തിരുന്ന ഒരുപാട് ചെറിയ പെൺകുട്ടികളൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് ആ കൈയടിയിൽ നിന്നും. അവർ പെപ്പെ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ കൂകി വിളിക്കുന്നുണ്ടായിരുന്നു സന്തോഷം കൊണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന അംഗീകാരം തന്നെയാണ്. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഓപ്പണൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഫിഗറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആക്ടർ കൂടെ ശരിക്കും നമുക്ക് തോന്നും ഒറിജിനൽ ബോക്സർ ആണോ എന്ന് തോന്നിപ്പോകുന്ന ലെവലിലാണ്. അപ്പോൾ അത്രത്തോളം ഫിസിക്ക് സൂക്ഷിക്കുന്ന മോ ഇസ്മായിലിനെ പോലെ മോ മസിൽ എന്നറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നമ്മൾ പെപ്പെ നിൽക്കുമ്പോൾ മലയാളി എന്ന നിലയിൽ, ഒരു പെപ്പെ ആരാധിക എന്ന നിലയിൽ ഒരുപാട് അഭിമാനമുണ്ട്. നമുക്കിപ്പോൾ ഒരു മൈക്ക് ടൈസൺ, മലയാള സിനിമയുടെ മൈക്ക് ടൈസൺ എന്നുള്ളൊരു ടൈറ്റിലൊക്കെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരാളായിട്ട് പെപ്പെ മാറി. കാരണം അത് ഹാർഡ് വർക്കാണ്. അത്രത്തോളം അദ്ദേഹം എഫേർട്ട് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണാൻ തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല എൻഗേജിങ് ആയിരുന്നു. ക്ലൈമാക്സ് അടിപൊളിയാണ്. BGM ഒക്കെ അടിപൊളിയാണ്. പിന്നെ കാസ്റ്റിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്.